29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിനമായ ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന എം മോഹൻ സംവിധാനം ചെയ്ത രചന, ഉത്പലേന്ദു ചക്രവർത്തി സംവിധാനം ചെയ്ത ഛോക്ക്, സെന്റണിയൽ ട്രിബ്യൂട്ട് വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവയാണ് ഇന്നത്തെ ശ്രദ്ധേയ ചിത്രങ്ങൾ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി മാനസ് ചേരുന്നു. മാനസ, ഇന്നത്തെ ചിത്രങ്ങളും അതിൻ്റെ പ്രത്യേകതകളും എന്തൊക്കെയാണ്? തീർച്ചയായും അജിൻഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേളയുടെ രണ്ടാം ദിനമായ ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമ പൂര ലഹരിയിൽ തന്നെയാണ് തലസ്ഥാന നഗരവും എന്ന് എടുത്തു പറയേണ്ട അവസ്ഥ തന്നെയാണ് ഉള്ളത്. എവിടെ നോക്കിയാലും സിനിമ കാണാനായെത്തിയ പ്രേക്ഷകരാണ് ഉള്ളത്. 13,000-ഓളം ഡെലിഗേറ്റ്സും 100ഓളം ചലച്ചിത്ര പ്രവർത്തകരുമാണ് തലസ്ഥാന നഗരത്തിൽ ചലച്ചിത്രമേള ആസ്വദിക്കാനായി എത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മാത്രം 67 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന എം മോഹൻ സംവിധാനം ചെയ്ത രചന, ഉത്പലേന്ദു ചക്രവർത്തി സംവിധാനം ചെയ്ത ഛോക്ക്, അതോടൊപ്പം തന്നെ സെന്റണിയൽ ട്രിബ്യൂട്ട് വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവയാണ് ഇന്നത്തെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. അതോടൊപ്പം തന്നെ മലയാളം സിനിമാ സ്റ്റുഡിയോ വിഭാഗത്തിൽ വിജയരാഘവൻ, ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരുടെ ശുചിത കാണ്ഡത്തിന്റെ പ്രദർശനവും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നുണ്ട്. ഇപ്പം കൈരളി തിയേറ്ററിലാണെങ്കിലും ഈ അങ്കു സിനിമയാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 50 വർഷം മുൻപ് ചിത്രീകരിച്ച സിനിമയാണ്. ഏതായാലും ഇത്തരത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഊന്നിയുള്ള ചിത്രങ്ങൾ, അതോടൊപ്പം സ്ത്രീ സംവിധായകരുടെ ചിത്രങ്ങൾ, ഇതൊക്കെയും ആണ് മേളയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോജാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.